ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. മില്ലറ്റും മധുരക്കപ്പയും കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു വെയിറ്റ് ലോസ് റെസിപ്പിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഡയബറ്റീസും കൊളസ്ട്രോൾ കുറയാനും വളരെ നല്ലതാണ്. ഇത് തന്നെ ഡിന്നറായിട്ട് കഴിക്കാനും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1/2 കപ്പ് ഫോക്സ് ടെയിൽ മില്ലറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തിന അരി എന്നും പറയുന്നതിന്. ഇത് ഞാൻ രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം രാവിലെ വാഷ് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ് കേട്ടോ. ഫോക്സ് ടെയിൽ മില്ലറ്റ് ഇതുപോലെ പാക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. തിന അരി എന്നും പറയും. പല ബ്രാൻഡിലും നമുക്ക് കിട്ടും. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ ലഭ്യമാണ്. ഫോക്സ് ടെയിൽ മില്ലറ്റ് കുറച്ച് മഞ്ഞ നിറത്തിലുള്ളതാണ്. നമുക്ക് ഈ മില്ലറ്റ് മാത്രമല്ല വേറെ ഏത് മില്ലറ്റ് ഉപയോഗിച്ചും നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ രാത്രിയിൽ ഞാൻ കുതിർത്താനിട്ടിട്ട് രാവിലെ അത് വാഷ് ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മില്ലറ്റ് കുതിരാൻ വെച്ചിരുന്ന വെള്ളം ഞാൻ മാറ്റിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് മില്ലറ്റ് ചേർക്കുന്നത്. നമുക്കിതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ആയിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ 1/2 കപ്പിലാണ് ഞാൻ മില്ലറ്റ് എടുത്ത് ഇന്നലെ കുതിരാൻ വെച്ചത്. ഇപ്പോൾ രാവിലെയാണ് ഞാനിത് എടുക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത്. 1/2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആ മില്ലറ്റ് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 150 ഗ്രാം തൂക്കത്തിൽ മധുരക്കപ്പ എടുത്തിട്ടുണ്ട്. അത് ഞാൻ പുഴുങ്ങിയെടുത്തിരിക്കുകയാണ്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നമുക്ക് കളഞ്ഞെടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പം ഞാൻ പുഴുങ്ങിയ മധുരക്കപ്പ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മില്ലറ്റിലേക്ക് ചേർത്ത് അരക്കാനുള്ളതാണ്. ചെറുതായി അരിഞ്ഞിട്ടാൽ പെട്ടെന്ന് അരിഞ്ഞു കിട്ടും. കാലറി വളരെ കുറവുള്ള ഒരു കിഴങ്ങാണ് മധുരക്കപ്പ. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദഹനത്തെ സുഗമമാക്കുകയും ചെയ്യുന്നു. അപ്പോൾ കഷ്ണങ്ങളാക്കിയ മധുരക്കിഴങ്ങ് നമുക്ക് ഈ അരച്ചെടുത്ത മില്ലറ്റിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി വെള്ളമൊന്നും ചേർക്കാതെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ മധുരക്കപ്പയും മില്ലറ്റും കൂടി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയിൽ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്. ഇത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ള ചേരുവകൾ റെഡിയാക്കി എടുക്കാം. ഒരു ബൗളിലേക്ക് കുറച്ച് സ്പ്രിംഗ് അണിയൻ്റെ വൈറ്റ് ഭാഗം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി സ്പ്രിംഗ് അണിയൻ്റെ ഗ്രീൻ ഭാഗവും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് വേകുന്ന വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിളും മധുരക്കപ്പയും എല്ലാം ഗ്യാസ് ഉണ്ടാക്കുന്ന ചേരുവകളാണ്. അപ്പോൾ ഗ്യാസ് പ്രോബ്ലം ഉള്ളവർക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് ഉണ്ടാക്കിയാൽ വളരെ നല്ലതാണ്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന മില്ലറ്റും മധുരക്കപ്പയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജാറിനുള്ളിലെ ബാറ്റർ സ്പൂൺ കൊണ്ട് മാക്സിമം വടിച്ച് ഇതിലേക്ക് ചേർക്കാം. വെള്ളം ചേർത്ത് ചുറ്റിച്ച് ഇതിലേക്ക് ചേർക്കാൻ പാടില്ല. ഇത് ആവശ്യത്തിന് ലൂസ് ഇതിനുണ്ട്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ച് ചേർക്കാം. ബ്രേക്ക്ഫാസ്റ്റിനാവുമ്പോൾ ഒരു മുട്ട ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രോട്ടീനും അതുപോലെ തന്നെ വിറ്റമിൻസും ധാരാളം മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ശരീരത്തിന് വളരെയധികം അത്യാവശ്യമാണ്. മുട്ട ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഡിന്നറിന് ഉപയോഗിക്കുമ്പോൾ ഇതിൽ മുട്ട ചേർക്കുന്നത് ഒഴിവാക്കാം. രാത്രിയിൽ മുട്ട കഴിക്കുന്നത് പ്രോട്ടീൻ ധാരാളം സ്റ്റോർ ചെയ്യും. അതുകൊണ്ട് രാത്രി കഴിക്കുമ്പോൾ മുട്ട ഒഴിവാക്കി ബാക്കിയുള്ളതെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും ചേർക്കാം കേട്ടോ. ഇനി ഒരു ദോശ തവ ചൂടാക്കി കുറച്ച്
ഓയിൽ തടവി കൊടുക്കാം. ഇതിലേക്ക് ബാറ്ററിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഇതിലേക്ക് ഒഴിക്കാം. ഒത്തിരി വട്ടത്തിൽ പരത്തേണ്ട ആവശ്യമില്ല. ഇതിൽ വെജിറ്റബിളൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ചെറിയ വട്ടത്തിൽ പരത്തിയാലും മതിയാകും. മീഡിയം ടു ലോ ഹീറ്റിൽ ഇത് ഫ്രൈ ചെയ്യാം. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നമ്മൾക്ക് മറിച്ചിടാം. മൂടി വെക്കേണ്ട ആവശ്യമില്ല. തുറന്ന് തന്നെ വെച്ച് 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും മറിച്ച് ഇടാം. മറിച്ചിട്ടപ്പോൾ ചട്ടിയുടെ അരികിലേക്കാണ് നീങ്ങിപ്പോയത്. ഇങ്ങനെ വന്നാൽ ഉടനെ തന്നെ നിങ്ങളിത് നീക്കാൻ ശ്രമിക്കരുത്. ഒന്ന് കുക്കായതിന് ശേഷം നടുവിലേക്ക് നീക്കി വെച്ചാൽ മതിയാകും. കണ്ടോ, ഇപ്പോൾ നടുവിലേക്ക് ആക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി താഴെ ഭാഗവും നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്ക് പാനിൽ നിന്നെടുക്കാം. 2 മിനിറ്റ് മീഡിയം ടു ലോ ഹീറ്റിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്നെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം. രണ്ടാമത്തെ പാൻ കേക്കും നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇത് മൂന്നാമത്തെ പാൻ കേക്കാണ്. അതും നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇത് 4ാമത്തെ പാൻ കേക്കാണ്. ഇതും നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ 1/2 കപ്പ് മില്ലറ്റ് കൊണ്ട് 4 പാൻ കേക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് ബാറ്റർ കൂടിയുണ്ട്. അത് വളരെ ചെറിയതായിട്ടുള്ള ഒരു പാൻ കേക്കും കൂടി നമുക്ക് ഉണ്ടാക്കാം. ഇത് അവസാനത്തെ പാൻ കേക്കാണ്. അപ്പോൾ അവസാനത്തെ പാൻ കേക്കും റെഡി ആയിട്ടുണ്ട്. ഇതും പാനിൽ നിന്ന് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഫോക്സ് ടെയിൽ മില്ലറ്റിന് അല്പം മഞ്ഞ നിറമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇത് മഞ്ഞ നിറത്തിലിരിക്കുന്നത്. പിന്നെ ഒരു മുട്ട ചേർത്തതിൻ്റെ മഞ്ഞ നിറവും ഇതിലുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജീരകപ്പൊടി ചേർത്ത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ 1/2 കപ്പ് മില്ലറ്റും 1 കഷ്ണം കപ്പയും കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റാണിത്. ഒരാൾക്ക് 1 കഴിച്ചാൽ മതിയാകും. കറി കൂട്ടി വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ വെറുതെയും കഴിക്കാം. ചായയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. വളരെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. ശരീരഭാരം കുറയ്ക്കാൻ വളരെ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. വെയിറ്റ് ലോസുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.